നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കുറ്റാന്വേഷണ ഏജൻസിയാണ് CBI എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. CBI ഡയറക്കുറിപ്പ് എന്നുള്ള സിനിമയിലൂടെ സേതുരാമയ്യർ എന്ന വേഷത്തിലൂടെ CBIയുടെ വിലയും നിലയും വാനോളം ഉയർത്തിയിരുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കുറ്റവാളിയും അകത്താകും എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. എന്നാൽ CBI എന്ന പറയുന്ന സ്ഥാപനം തന്നെ നിയമവിരുദ്ധമാണ്, നിയമപരമല്ല എന്ന് ഗുവാഹത്തി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സുപ്രധാന വിവരങ്ങൾ നമുക്ക് നൽകാൻ പോകുന്നത് ശ്രീ രാജശേഖരൻ നായരാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വീഡിയോ എല്ലാവരും കേൾക്കണം. പ്രത്യേകിച്ച് ജുഡീഷ്യറിയിലും അതേപോലെ പോലീസ് രംഗത്തും ഉള്ള നീതിന്യായ രംഗത്തുമുള്ള എല്ലാ ആളുകളും, രാഷ്ട്രീയ രംഗത്തുമുള്ള എല്ലാവരും ഇത് കേൾക്കേണ്ടതാണ്. പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ശ്രീ രാജശേഖരൻ നായരുമായിട്ട് ഞാൻ നടത്തിയ ആ ഫോൺ സംഭാഷണം നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്തേ നന്ദകുമാർ. അതായത് ഈ CBI എല്ലാ കാലത്തും CBI കുറിച്ചിട്ട് ധാരാളം വിവാദങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതി തന്നെ CBIയെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്താന്ന് അടക്കം വിമർശിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ജാർഖണ്ഡിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CBI നഖശിഖാന്തമാണ്, വളരെ കർശനമായ രൂപത്തിലാണ് ഇപ്പോൾ താക്കീത് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സുപ്രീം കോടതി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് നമ്മൾ ഈ പറയത്തില്ലേ, ചില മനുഷ്യര് അവരുടെ ജന്മം കൊണ്ട് തന്നെ അവർ ക്രിമിനലുകളാകും. സമൂഹമാണ് ആക്കെന്ന് പറയുമെങ്കിലും ചിലരുടെ ജനറ്റിക്കലായിരിക്കും, അവരുടെ DNA തന്നെ ചില പ്രോബ്ലംസ് കാണും. അതുപോലെ CBIയുടെ DNA തന്നെ നിയമവിരുദ്ധതയുണ്ട്. DNA തന്നെ. അതുകൊണ്ട് CBI ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ആ നിയമവിരുദ്ധതയിൽ നിന്നും ഉണ്ടാകുന്ന ക്രിമിനാലിറ്റിയും കാണും. അതുകൊണ്ടാണ് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു രാഷ്ട്രീയ ചട്ടുകമാണോ എന്നൊക്കെ ചോദിച്ചു. ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ ഈ ജാർഖണ്ഡ് അസംബ്ലി സെക്രട്ടേറിയറ്റിലെ ജോബ് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, 2026. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല കേസുകളിൽ. ഇപ്പൊ രാഷ്ട്രീയ യജമാന്മാർക്ക് വിടിപണി ചെയ്യലാണോ CBIയുടെ ജോലി എന്ന് ഒന്നിലേറെ പ്രാവശ്യം സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ഒന്നിലേറെ പ്രാവശ്യം 2026 ഫെബ്രുവരിയിലും ആ ചോദ്യം സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. ഈ ജാർഖണ്ഡ് അസംബ്ലി സെക്രട്ടറിയുടെ ജോബ് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ നന്ദകുമാർ പറഞ്ഞല്ലോ, CBI കൂട്ടിലടച്ചിട്ട കിളിയാണ് സുപ്രീം കോടതി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്നിട്ടും അതിനുശേഷവും കൂട് തുറന്നിട്ടില്ല. CBI കൂട്ടിനകത്ത് കിടന്നോട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയണോ അത് തന്നെ പറയും. അതിനകത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എക്കാലത്തും കേന്ദ്ര സർക്കാർ CBIയെ പ്രതിപക്ഷ നേതാക്കളെ നിശബ്ദരാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ CBI തീർത്തും അപമാനകരമായ തരത്തിൽ തരംതാണു. അതിന് കണക്കുകളുണ്ട്. CBI ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി അവരെ BJPയിലേക്ക് എത്തിച്ച് പിന്നെ അവർക്കെതിരെ എടുത്ത കേസുകൾ തേച്ചുമാച്ച് കളയുന്ന CBIയുടെ വാഷിംഗ് മെഷീൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ CBI എടുത്ത 124 പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ കേസെടുത്ത 118 പ്രതിപക്ഷ നേതാക്കളായിരുന്നു. അതായത് 95%-ലേറെ. ബാക്കിയാണ് ഈ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തതിനകത്ത് 30 പേര് TMC നേതാക്കളാണ്, 26 പേര് കോൺഗ്രസ് നേതാക്കളാണ്, RJDയിലെയും BJDയിലെയും 10 നേതാക്കൾ വീതമുണ്ട്. YSR കോൺഗ്രസിൽ നിന്ന് 6 പേര്, BSPയിൽ നിന്ന് 5 പേര്, TDPയിൽ നിന്ന് 5 പേര്, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 4 പേര്, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 4 പേര്, AIDMKയിൽ നിന്ന് 4 പേര്, CPIMൽ നിന്ന് 4 പേർ. ഇതിൽ പിണറായി വിജയനും ഒരിക്കലും തീർപ്പ് കൽപ്പിക്കാത്ത ലാവ്ലിൻ കേസ് ഉൾപ്പെടും കേട്ടോ. CBI എടുത്തിട്ടുണ്ട്. കാരണം അവിടെ വന്നിട്ട് ഇതിങ്ങനെ നീക്കി 34-35 പ്രാവശ്യമായി CBI മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ. 80-90 പ്രാവശ്യമായി. എത്ര പ്രാവശ്യം അതിന് സെഞ്ചുറി അടിക്കാം. ടെണ്ടുൽക്കറെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ടെണ്ടുൽക്കർക്കല്ല, ഞങ്ങൾക്ക് സെഞ്ചുറി അടിക്കാൻ നിൽക്കുകയാണ് അവര്. NCPയിൽ നിന്ന് 3 പേര്, DMKയിൽ നിന്ന് 2 പേര് എന്നിങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഇനി 2014 ശേഷം CBIയുടെയും EDയുടെയും അഴിമതി കേസുകൾ പ്രതികളായി 25 പ്രതിപക്ഷ നേതാക്കൾ BJPയിലേക്ക് ചേർന്നു. അതോടെ അവർക്കെതിരായ കേസുകളെല്ലാം അപ്രത്യക്ഷമായി. പിന്നെ അത് വരുന്നേയില്ല. ഇങ്ങനെ BJP വാഷിംഗ് മെഷീനിലേക്ക് മാറി ശുദ്ധരായി എത്തിയ രാഷ്ട്രീയ നേതാക്കളിൽ 10 പേർ കോൺഗ്രസിൽ നിന്നും, 4 പേർ വീതം NCPയിൽ നിന്നും ശിവസേനയിൽ നിന്നും,
3 പേർ TMCയിൽ നിന്നും, ഉം. 2 പേർ TDPയിൽ നിന്നും, ഓരോ ആൾക്കാർ സമാജ്വാദി പാർട്ടിയിൽ നിന്നും, YSR കോൺഗ്രസിൽ നിന്നുമാണ്. ഉം. ഈ രാഷ്ട്രീയ കള്ളക്കളികൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന CBIയുടെ യഥാർത്ഥ മുഖം, ഉം. CBI ഇന്ന് വരെ നടത്തിയിട്ടുള്ള കേസുകളിലെ ഏറ്റവും കൊടും കുറ്റവാളിയുടേനേക്കാൾ നിയമവിരുദ്ധം എന്ന് പറഞ്ഞതാണ്. ഉം. ഉം. CBI അതിന്റെ ജനനം മുതൽ നിയമവിരുദ്ധമാണ്. ഉം. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ പ്രവൃത്തികളിലും നിയമവിരുദ്ധത കാണും, അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. CBI ഇന്ത്യയുടെ ഏറ്റവും ഹീനമായ കള്ളത്തരമാണ്. ഞാൻ പറയാൻ കാര്യം, ഒരു ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനത് പറയുന്നത്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ ബലത്തിലാണ് ഞാനത് പറയുന്നത്. എന്റെ പ്രിസംഷൻ അല്ല, എന്റെ അസംഷൻ അല്ല, എന്റെ കൺക്ലൂഷൻ അല്ല. ദീസ് ആർ കൺക്ലൂഷൻസ് ബേസ്ഡ് or rather interpretation based on a judgment by the Guwahati High Court in 2023. 2013, I'm sorry. 2013 ജൂൺ 6-ാം തീയതി ഗുവാഹത്തി ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച റിട്ട് അപ്പീൽ നമ്പർ 119 of 2008 വിധിയുടെ തുടക്കത്തിൽ അവര് ജഡ്ജ് തോമസ് ജെഫേഴ്സനെ കോട്ട് ചെയ്യുന്നുണ്ട്. തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ ഡിക്ലറേഷൻ, അത് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയാണ്. അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. പുള്ളി പറയേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ എം കോട്ടിങ്: when the people fear the government there is tyranny, when the government fear the people there is liberty. നമ്മൾ ഇന്ന് കാണുന്നത്, നമ്മൾ ഗവൺമെന്റിനെ ഭയപ്പെടുകയാണ് ഓരോ സമയത്തും. കണ്ടില്ലേ ജനങ്ങള് എല്ലാം, നമ്മൾ ഏത് സ്ഥലത്ത് നോക്കി, സെൻട്രൽ ഗവൺമെന്റോ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ദ ഗവൺമെന്റ്, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ബ്യൂറോക്രാറ്റ്സ്, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ദ പോലീസ്, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ദ പൊളിറ്റീഷ്യൻസ്, ദ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ. ഇവരൊക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് നമ്മളെ സേവിക്കാൻ നിയോഗിച്ചിരിക്കുന്ന പൊതുപ്രവർത്തകരാണ്, പൊതുസേവകരാണ്, പൊതുജനസേവകർ, പൊതുജനം നമ്മളാണ്. അപ്പൊ നമ്മൾ ഇവരെ ഭയപ്പെടുമ്പോഴാണ് ജെഫേഴ്സൺ പറഞ്ഞത് ദാറ്റ് ഈസ് ടിറണി. അവര് നമ്മളെ ഭയപ്പെടുമ്പോൾ ദാറ്റ് ഈസ് ദ ലിബർട്ടി. അത് നമുക്ക് സ്വപ്നം കാണാനൊക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും നമ്മൾ പറയണം, അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, അല്ലെ ബ്രിട്ടനിൽ കണ്ടില്ലേ, നമ്മൾ എപ്സ്റ്റൈൻ ഫയലിന് വന്നതിന് ശേഷം ചാൾസിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്യുന്നു. അമേരിക്കയിൽ പല സംഭവങ്ങൾ നടക്കുന്നു. ചില ആളുകൾ രാജിവെക്കും, ചില ആൾ. നമ്മുടെ നാട്ടിൽ നോക്ക്, അതിനെക്കുറിച്ച് വാർത്ത പോലും വരില്ല. ആരെങ്കിലും പറഞ്ഞാൽ അവന് രാജ്യദ്രോഹി എന്നും കൂടെ പറയും. ഇതാണ്, ദാറ്റ്സ് എ ഡിഫറൻസ്, ഡെമോക്രസിയുടെ ഡിഫറൻസ്. പിന്നെ ഈ കേസ് എന്ന് പറയുമ്പോൾ ആസാമിലെ ഒരു നവേന്ദ്രകുമാർ എന്ന വ്യക്തി കൊടുത്ത കേസിലാണ് ഈ വിധി വന്നത്. തനിക്കെതിരെ കേസെടുക്കാൻ CBIക്ക് നിയമപരമായ അവകാശമില്ലെന്നും, CBI നിയമാനുസൃതം രൂപീകരിച്ച ഒരു അന്വേഷണ ഏജൻസി അല്ലെന്നും, അതുകൊണ്ട് തന്നെ CBIയുടെ ചാർജ് ഷീറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിധി അനുകൂലമല്ലാത്തതുകൊണ്ടാണ് റിട്ട് അപ്പീൽ കൊടുക്കുന്നത്. കോടതി പരിശോധിച്ച കാര്യങ്ങൾ ഇവയാണ്, ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച കാര്യങ്ങൾ. 1, ക്രിമിനൽ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള നിയമപരമായ അധികാരമുള്ളതാണ് ഏജൻസിയാണോ CBI. 2, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെറും ഒരു റെസൊല്യൂഷനിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ള ഒരു പോലീസ് സംവിധാനത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ. 3, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു റെസൊല്യൂഷനിലൂടെ സൃഷ്ടിച്ച CBIക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും കേസ് അന്വേഷിക്കാനും ചാർജ് ഷീറ്റ് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാനും നിയമപരമായ അവകാശമുണ്ടോ. 4, CBI ഒരു പോലീസ് ഫോഴ്സ് ആണോ. 5, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഒരു പോലീസ് ഫോഴ്സിനെ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടോ. 6, CBI എന്ന പേരിൽ ഒരു പോലീസ് ഫോഴ്സിനെ സൃഷ്ടിക്കാൻ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നുണ്ടോ. അടുത്തത്, CBIയുടെ നിയമനം തന്നെ നിയമാനുസൃതമല്ല എന്ന് വന്നാൽ CBI ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതിന് വിധേയരാകുന്ന വ്യക്തികളുടെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ലംഘനമല്ലേ. ഇതാണ് കോടതി നോക്കുന്നത്. അതിന്റെ കോടതി പരിശോധിച്ചിട്ട് അമിക്കസ് ക്യൂറിയെ വെച്ചിരുന്നു. പലരും അവരുടെ അഫിഡവിറ്റുകൾ കൊടുത്തിരുന്നു, CBI കൊടുത്തിരുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടൊക്കെ എടുത്തതിന് ശേഷം കോടതി ഇങ്ങനെയാണ് ഉത്തരവിടുന്നത്. 1, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 അനുസരിച്ച് സൃഷ്ടിച്ചത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, CBI അല്ല. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊരു വിങ് ഉണ്ട്, അതിനെയാണ് ആക്ട് വഴി സൃഷ്ടിച്ചത്, CBI അല്ല.
CBI DSP ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് സൃഷ്ടിച്ചിട്ടില്ല. പാര 38. ഇനി DSP ആക്ട് അനുസരിച്ച് CBI സൃഷ്ടിച്ചെങ്കിൽ CBI സൃഷ്ടിച്ച 1/4/1963 റെസല്യൂഷനിൽ DSP ആക്ടിനെ അനുസരിച്ചാണ് CBI ഉണ്ടാക്കിയതെന്ന് രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ 1/4/1963 റെസല്യൂഷനിൽ അങ്ങനെ പറയുന്നില്ല. നമ്മൾ ആ ഡേറ്റ് വളരെ 1/4/1963 ലോക വിഡ്ഢി ദിനത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് CBI. ലോക വിഡ്ഢി ദിനത്തിലാണ് CBI ഉണ്ടാക്കിയത് 63. അപ്പൊ ആ റെസല്യൂഷനകത്ത് ഒരിടത്തും ഇത് DSP ആക്ട് അനുസരിച്ചാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല. വെറുതെ ഒരു റെസല്യൂഷൻ വരികയാണ്. CBI സൃഷ്ടിച്ച CBI സൃഷ്ടിച്ച റെസല്യൂഷന്റെ രേഖകൾ സമർപ്പിക്കാൻ CBIയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ സമർപ്പിച്ചത് ഒറിജിനൽ രേഖകളല്ല, മറിച്ച് നാഷണൽ ആർക്കൈവ്സിലെ രേഖകളുടെ ഫോട്ടോ കോപ്പി ആയിരുന്നു. പാര 45. അവരുടെ കയ്യിൽ ഒറിജിനൽ രേഖകൾ ഇല്ലായിരുന്നു എന്ന് കോടതിയിൽ പറയുന്നു. നമ്മൾ ആലോചിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് ആളുകൾ അന്വേഷിച്ചിട്ട് രേഖകൾ തപ്പുന്ന ഡോക്യുമെന്റ് എവിടെ, രേഖകൾ എവിടെയെന്ന് ചോദിക്കുന്നത് CBIയെ സൃഷ്ടിച്ചതിന്റെ ഒറിജിനൽ രേഖ CBIയുടെ കയ്യിൽ വശമില്ല, ഹെഡ് ഓഫീസ് ഇല്ല. അവര് നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകളുടെ ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അന്വേഷണം, നമ്മൾ ഈ CBI എന്ന് പറയുമ്പോൾ SN സ്വാമിയുടെ മമ്മൂട്ടി കയ്യും പുറകെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ നമ്മൾ നമ്മുടെ മനസ്സിൽ വന്നത്. പക്ഷെ ഇതാണ് അവർ യഥാർത്ഥ ചിത്രം. ഇത് ഞാൻ പറയുന്നതല്ല, കോടതിയിൽ ആ ജഡ്ജ്മെന്റ് പാര 45. എന്നാൽ അത് ഏറ്റവും ഭീകരമാണ് കേട്ടോ. എന്നാൽ ഈ രേഖകൾ പരിശോധിച്ച കോടതിക്ക് ഒരു കാര്യം വ്യക്തമായി. മേൽപ്പറഞ്ഞ റെസല്യൂഷൻ, അതായത് CBI സൃഷ്ടിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 1963 ഏപ്രിൽ 1 റെസല്യൂഷൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. പ്രസിഡന്റിന്റെ ഒപ്പ് ആ റെസല്യൂഷന് ലഭിച്ചിട്ടില്ല. പാര 46. അതായത് ഗവൺമെന്റ് റെസല്യൂഷൻ പ്രസിഡന്റിന്റെ ഒപ്പില്ലാതെ ഒഫീഷ്യൽ ആകുന്നില്ല. ഈ രേഖ പ്രസിഡന്റ് ഒപ്പില്ല എന്ന് മാത്രമല്ല, പ്രസിഡന്റിന് സമർപ്പിച്ചതായിട്ട് പോലും രേഖയില്ല. മനസ്സിലായോ? ഇറ്റ് വാസ് നോട്ട് സെന്റ് ടു ദ പ്രസിഡന്റ്. ഇക്കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഒരു റെസല്യൂഷൻ പോലും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇത് റെസല്യൂഷൻ ഇല്ലീഗൽ ആണെന്ന് മാത്രമല്ല, ഈ റെസല്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇല്ലീഗലാണ്. പ്രോസസ് ഇല്ലീഗലാണ്, റെസല്യൂഷൻ ഇല്ലീഗൽ. അതിനെ നിയമപരമായി ഒരു റെസല്യൂഷൻ എന്ന് വിളിക്കാനും കഴിയില്ല. അതായത് ഈ റെസല്യൂഷന് നിയമപരമാണോ നോക്കുന്ന ഒരു ഭാഗം, റെസല്യൂഷൻ തന്നെ നിയമപരമല്ല. അതുകൊണ്ട് ഈ റെസല്യൂഷനെ തന്നെ നിയമപരം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി പറയണത്. പിന്നെ പറയുന്നത് CBI ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമല്ല. നമ്മളൊക്കെ പറയുന്ന DSPയുടെ ഭാഗമാണെന്നാണ്, DSP ഫോം ചെയ്തതാണെന്നാണ് ഈ പറയണത്. അല്ല. അടുത്ത് CBI സൃഷ്ടിച്ചുകൊണ്ടുള്ള 1/4/1963 റെസല്യൂഷൻ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു. പാര 180. നമ്മൾ നോക്കേണ്ടത് 1963 പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നൊക്കെ നമ്മൾ വർണ്ണിക്കുന്ന അതേ നെഹ്റുവാണ് ഇത് ചെയ്തിരിക്കുന്നത്. 63 ആഭ്യന്തരമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അഫ്കോഴ്സ് നെഹ്റുവിന്റെ അറിവില്ലാതെ ചെയ്യില്ല, ബട്ട് പ്രോസസ് ആഭ്യന്തര മന്ത്രാലയമാണ്. നെഹ്റുവിന്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കർഷക പുത്രനായ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. 63 പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണനായിരുന്നു, പണ്ഡിതനായ പ്രസിഡന്റ്. നമ്മൾ ഈ ആരാധിക്കുന്ന മനുഷ്യർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണിത്. ഇത് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നേതാവിന് നിയമപരമായി ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല എന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ട. ഇവരൊക്കെ they are all highly educated person. They are supposed to be scholars. ലോകം ആദരിക്കുന്ന മനുഷ്യർ. ഇവർക്ക് അടിസ്ഥാനപരമായ കാര്യം നാട്ടിലുള്ള ഒരു വക്കീലിനോട് അവർക്കൊരു നിയമ വകുപ്പൊക്കെ ഇല്ലേ, ഒന്ന് ചോദിക്കണ്ടേ ഈ മനുഷ്യരൊക്കെ? ഇത് ചോദിക്കാതെ ചെയ്തതിന്റെ അനന്തരഫലം 10-60 കൊല്ലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. An illegal ghost organization is acting upon every Indian. ഏറ്റവും രസകരമായ കാര്യം, കേന്ദ്ര സർക്കാർ കേസ് നടത്തിപ്പിന്റെ ഘട്ടത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടേയില്ല എന്നതായിരുന്നു. എന്നാൽ വിധി വന്ന ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ചീഫ് ജസ്റ്റിസ് P. സദാശിവം തന്റെ വീട്ടിൽ വെച്ച് തന്നെ അർജന്റായി അപ്പീൽ കേട്ടു. ഗുവാഹത്തി കോടതിയിന്മേൽ സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ആയിരക്കണക്കിന് ക്രിമിനൽ കേസുകളുടെ അന്വേഷണത്തിനെ അത് ബാധിക്കുമെന്നാണ്
കേന്ദ്ര സർക്കാർ വാദിച്ചു. അതുകൊണ്ട് പുള്ളി വീട്ടിൽ വെച്ച് തന്നെ കേട്ട് സ്റ്റേ കൊടുക്കുന്നു. ഉം, ഉം. ഈ ആയിരക്കണക്കിന് കേസുകളിലെ പ്രതികളുടെ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ആണ് എന്ന ആർട്ടിക്കിൾ 21 ലംഘനമാണ് നിയമപരമായ യാതൊരു അസ്തിത്വമില്ലാത്ത നിയമവിരുദ്ധ സംഘടനയായ CBIയുടെ പ്രവർത്തനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ജസ്റ്റിസ് സദാശിവം വിധിയിന്മേൽ സ്റ്റേ പുറപ്പെടുവിച്ചു. റിട്ടയർ ചെയ്ത ഉടൻ തന്നെ ജസ്റ്റിസ് സദാശിവത്തിനെ കേരള ഗവർണറായി നിയമിച്ചു. പാടത്ത് പണി, വരമ്പത്ത് കൂലി. കഴിഞ്ഞ 13 വർഷമായി ഈ സ്റ്റേ ഉത്തരവിന്മേൽ വാദം കേട്ട് അന്തിമമായ വിധി കൽപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോ CBIക്കോ സുപ്രീം കോടതിക്കോ തോന്നിയിട്ടില്ല. ഒറിജിനൽ പരാതിക്കാരനായ ആസാംകാരൻ നവേന്ദ്രകുമാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല. ഇതിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് CBIയുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വിധേയരായ രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ പാർട്ടികളോ മനുഷ്യാവകാശ സംഘടനകളോ ഇതുവരെ സുപ്രീം കോടതി സമർപ്പിച്ചിട്ടില്ല. കാരണം നാളെ ഈ പ്രതിപക്ഷത്തുള്ളവർ അധികാരത്തിൽ വന്നാൽ ഇതേ CBIയെ ഉപയോഗിച്ചുകൊണ്ട് ഇതേ പ്രവൃത്തികൾ ഇവർക്ക് ചെയ്യണം. അതിനാണ് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഈ ബനാന റിപ്പബ്ലിക്കുകളിൽ പോലും അവരുടെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതുപോലെ ഇല്ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല. CBI ഈസ് ഇല്ലീഗൽ. ഇറ്റ് ഹാസ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. ഇറ്റ് ഓപ്പറേറ്റ്സ് ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്യൂം. ഇറ്റ്സ് എ ഗോസ്റ്റ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവറി ടൈം ഇറ്റ് ബുക്ക് എ പേഴ്സൺ. ഓരോ സമയം ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവർ ഇന്ത്യൻ ഭരണയുടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നോക്കി, നമ്മുടെ ഈ 2013 ഗുവാഹത്തി ജഡ്ജ്മെന്റ് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ നിയമജ്ഞര് ഇത് ചർച്ച ചെയ്യുന്ന കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഗവൺമെന്റ് CBI ഇവിടെ വന്ന് അന്വേഷിക്കാനുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിറക്കിയല്ലോ 3-4 ഗവൺമെന്റ്. അപ്പോൾ CBIയുടെ ലീഗൽ റൈറ്റ് എന്താന്നുള്ളത്, ലീഗൽ പൊസിഷൻ എന്താ, നമ്മുടെ നിയമ മന്ത്രാലയങ്ങളിലെ നമ്മുടെ ലോ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഇല്ലേ, നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ ഇല്ലേ? ആർ ദേ ഓൾ ഇഗ്നറന്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്? എന്നാൽ നമ്മൾ ബനാന റിപ്പബ്ലിക്കിനേക്കാൾ കഷ്ടമാണ് കേട്ടോ ഇന്ത്യയുടെ. നിങ്ങൾ ഇന്ത്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കൂ, ഇത്രയുമോ ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ.